എടാ ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. ഇതുപോലെ ആനയുടെ ചെവിയിൽ പഞ്ഞി കുത്തി കയറ്റിട്ട് ഉത്സവത്തിന് കൊണ്ട് നിർത്താൻ പറ്റുമോടെ? ഇപ്പൊ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആനയെ ഓട്ടിക്കാൻ വേണ്ടി വലിയ പടക്കം പൊട്ടിച്ച് ശബ്ദം ഉണ്ടാക്കും, അതേപോലെ പാട്ട കൊട്ടി ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം എന്ന് പറയുന്നത് ആനയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ്. ആന ഈ ശബ്ദം കേട്ടിട്ട് പേടിച്ച് ഓടും. ഈ സമയത്താണ് ആനയുടെ ചെവിക്കല്ലിനകത്ത് വരെ കയറി ഇരുന്ന് ചെണ്ടമേളം നടത്തുന്നു. ഉത്സവം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ശബ്ദം, പിന്നെ ബോക്സും സ്പീക്കറും ഇട്ടുള്ള ശബ്ദം വേറെ ഒരു സൈഡിൽ. ആനയ്ക്ക് ഉറപ്പായിട്ട് ഭ്രാന്ത് വരും. ഇപ്പൊ നമ്മളൊരു കൊതു കടിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ കൊതുവിനെ തല്ലിക്കൊല്ലും. അതേപോലെ ആന ഈ സമയത്ത് ചില കൊലപാതകങ്ങളൊക്കെ നടത്തും. നിയമപരമായി പോലും നമുക്ക് ആനയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ക്ഷേത്ര ഉത്സവങ്ങളും ആയി ബന്ധപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് ഈ ആന എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ സോഷ്യൽ മീഡിയയിൽ ആന അടഞ്ഞിട്ട് പാപ്പാനെയും ചവിട്ടിക്കൊന്നു, അത് കാണാൻ വന്ന ആൾക്കാരെ ആരെയൊക്കെ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഒക്കെ നടത്താറുണ്ട്. പണ്ടൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആന വരുമ്പോൾ ആനയെ കാണാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് ഉത്സവത്തിന് ആന ഉണ്ടെങ്കിൽ പോകാൻ ചെറിയൊരു പേടിയാണ്. സത്യം പറഞ്ഞാൽ ജീവൻ പേടിച്ചിട്ടാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു ജീവിയെ കൊണ്ടൊന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ഉപദ്രവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യടേ.